എന്താ ഇവന്റെ പേര്? പേരിട്ടിട്ടില്ല. നല്ല പേരുകളുണ്ട്, പറ. ഒരു ഉഗ്രം പേരുണ്ട്, പറയട്ടെ. സേതുരാമൻ. എന്താ? ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പേര് നന്നായി ചേരും. സേതു രാമൻ. അല്ല കാവടി, തന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. അച്ഛന്റെ മോൻ തന്നെ പോ. അതിലൊരു സംശയവും വേണ്ട, അച്ഛന്റെ മോൻ തന്നെ. അതുകൊണ്ടല്ലേ സേതു രാമൻ. ആ പേരിനോട് എനിക്ക് ഇത്ര പ്രേമം. അതുപോട്ടെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? പറയാം, അല്പം സ്വകാര്യമാണ്. സ്വകാര്യം എന്ന് പറയുമ്പം താൻ ബേജാറാവുകയൊന്നും വേണ്ട. എന്റെ മനസ്സിലൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. എന്ത് ഡൗട്ട്? കുറെ പഴക്കമുള്ളതാ. വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി. അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു. ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയ വ്യത്യാസം. മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. ആരായിരുന്നു അന്ന് സർജൻ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി, പോലീസ് സർജൻ. അതെ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീട് ഏതാ? കേക്കാൻ വയ്യ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീട് ഏതാ? പഴയ പോലീസ് സർജൻ. എന്താ പറഞ്ഞ? അത് ഓഫി. ഈ ഡോക്ടർ വിജയലക്ഷ്മി. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ്? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ? അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസിൽ നിന്നോട് ആരാടാ പറഞ്ഞ ജോസേ? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം, കേട്ടോ? ഇവിടെ നേരെ വടക്കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരെ തെക്കോട്ട് വന്നാൽ മതി, കേട്ടോ? നീ ഒന്ന് പോലെ. ഡോക്ടർക്ക് ഭർത്താവില്ല, സത്യം. അവർക്ക് മക്കളുമില്ല, സത്യം. അവരുടെ പൂത്ത കാശുണ്ട്, എൻ്റെ അമ്മ സത്യമായിട്ടും. നമുക്ക് തട്ടിക്കളയാം. ഉള്ള സ്വർണവും പണ്ടോ എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാവോ? അവിടെ എവിടെ പോണു? അയ്യോ, ഈ വണ്ടി എവിടെ നടാ പൊക്കിയത് കള്ള? എടാ ജോസേ, ഒരു ഫ്രൂട്ട് ജ്യൂസ്. പൈസ പിന്നെ തരാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തരാം. ലോട്ടറി ടിക്കറ്റോ? ലോട്ടറി ടിക്കറ്റ് 50 ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ. ഈയിടെ ജോസെ, ഈ 50 ലക്ഷം അടിച്ചാലുണ്ടല്ലോ നിന്റെ ജ്യൂസ് പോകും. ഓസം കൊണ്ട് നടക്കുക, അടിച്ച് പീസായി കളഞ്ഞ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക്. പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല. അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി? അതെ, അതുതന്നെയാണ് ശരി. അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകേണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതും ഈ ഫയലിലുണ്ടല്ലോ. ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് മാണിക്കുഞ്ഞിന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു, ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ. CBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എന്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വരട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? വരട്ടെ, പറയാം. എന്റെ പോക്കറ്റ് ഡയറി മറന്നു തോന്നുന്നു. വന്നിരുന്നു. ദേ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല, ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. സംശയം തോന്നി കാണില്ല. നല്ല പെരുമാറ്റമായിരുന്നു.